നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഒരുപാട് വ്യത്യസ്തതകളുള്ള ഒരു അഭിനേത്രിയാണ്, ഒരു ഗായികയാണ് ഞങ്ങൾ ഈ എപ്പിസോഡിൽ അതിഥിയായി കൊണ്ടുവരുന്നത്. ഒരുപാട് രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച, ഇനിയും ഒരുപാട് രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കണമെന്ന ആഗ്രഹമുള്ള മറ്റാരുമല്ല, ചിത്ര അയ്യരെ നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. ചിത്ര അയ്യർ, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. താങ്ക് യു വെരി മച്ച്. എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി. ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷവും അതുപോലെ തന്നെ സംസാരിക്കണം. പറയാൻ പറ്റില്ല. അതെന്തുപറ്റി? എന്താ ഒരു വെക്കാൻ കാരണം? അല്ല, അങ്ങനെയല്ല. നിങ്ങൾ ഭയങ്കര ഭീകരനാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ഭീകരത ഇങ്ങോട്ട് കാണിക്കുകയാണെങ്കിൽ പറയാൻ പറ്റില്ല. എനിക്കും ചിലപ്പോൾ ഭീകരി. എനിക്ക് ചിത്രയെ കാണുമ്പോൾ തന്നെ പേടിയാ. അയ്യോ, എന്താ ആ പൂച്ച കണ്ണ്. അതൊന്നും ചെയ്യാൻ പറ്റില്ല, അത് നാച്ചുറലാ. പണ്ടൊക്കെ ചിത്ര യക്ഷിന്നാണ് ആൾക്കാരെ വിളിച്ചോണ്ടിരുന്നത്. ഈശ്വര, കോളേജിൽ എത്ര പേര് ചിത്രനെ യക്ഷിന്ന് വിളിച്ചിട്ടുണ്ട്? കോളേജിലൊന്നും യക്ഷിന്നൊന്നും വിളിച്ചിട്ടില്ല. പിന്നെ ആരാ വിളിച്ചിരുന്നത്? പറഞ്ഞ യക്ഷിന്ന് വിളിച്ചു, എനിക്കറിയില്ല. വിളിച്ചതാണ്. ചിത്ര അയ്യരെ യക്ഷിന്ന് വിളിച്ചോണ്ടിരുന്ന ആൾക്കാരെ പറഞ്ഞത്. അയ്യോ ഈശ്വര, ചെറിയ തോതിലൊരു യക്ഷിയാണ്. ആണ്. പാലമരത്തിലാണോ താമസിക്കുന്നത്? അല്ല, പാലം എന്നുള്ളൊരു സ്ഥലത്ത് പണ്ട് താമസിച്ചിട്ടുണ്ട്, ഡൽഹിയിൽ. പാലമരത്തിൽ പാലത്ത് ജീവിച്ച ചിത്ര അയ്യർക്ക് JB ജംഗ്ഷനിൽ എന്തും പറയാൻ രണ്ടാമൊന്നും ആലോചിക്കേണ്ടി വരില്ല. സത്യം പറയാൻ മാത്രമുള്ള, സത്യം മാത്രം പറയേണ്ട ഒരു വേദിയാണ് ചിത്രയ്ക്ക്. പിന്നെ എനിക്ക് ഇവിടെ തന്നെ താമസിക്കാമല്ലോ. ഓഫ് കോഴ്സ്. ഞാൻ ഈ പരിപാടി കഴിഞ്ഞ ശേഷം ഒരു പാവിരിച്ചേരൂടെ. വേറെ നിവൃത്തിയുണ്ടാവില്ല. ചിലപ്പോൾ ഫുഡ് ആൻഡ് അക്കോമഡേഷനും ബാക്ക് ഹോമിൽ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. ചിത്ര, ഞാനിങ്ങനെ ചിത്രയുടെ മനസ്സിലേക്ക് ഇങ്ങനെ അരിച്ചിറങ്ങാം. എക്സ്റേ ചെയ്തുകൊണ്ടിരിക്കുക. ഫീൽ ചെയ്യുന്നില്ല അത്? നോ. ECG എടുക്കുമ്പോഴേ ഒരിക്കലും രോഗിക്ക് മനസ്സിലാവില്ല. അത് കഴിഞ്ഞ് ഈ കടലാസ് കാണുമ്പോഴേ മനസ്സിലാവും. അപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. നിങ്ങളെന്നെ രോഗിന്ന് വിളിച്ചു, യക്ഷിന്ന് വിളിച്ചു, ഇനി അടുത്തെന്താ വിളിക്കാൻ പോകുന്നത്? യക്ഷിന്ന് ഞാൻ വിളിച്ചതല്ല. ചിത്രയുടെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ശത്രുക്കൾ വിളിച്ചുകൊണ്ടിരുന്ന പേരാണ്. ചിത്രയുടെ ഒരു പ്രത്യേകത, ഞാൻ ചിത്രയെ വളരെ ദൂരം നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരുപക്ഷെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും മുഖാമുഖം ഇരിക്കുന്നത്, അല്ലേ? ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഞാൻ സ്റ്റേജിലൊക്കെ ചിത്ര പെർഫോം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, പിന്നെ പല പരിപാടികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഡിസ്റ്റൻസിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ചിത്ര ഞാനിങ്ങനെ ഇത്ര അടുത്ത് കാണുന്നത്. പക്ഷേ എനിക്കന്ന് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ചിത്രയുടെ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് ധാരണയുണ്ടായിരുന്നു. ചിത്ര അക്ഷരാർത്ഥത്തിൽ ഒരു റിബലാണ്. റിബലാണോ? ഓക്കെ, അത് നിങ്ങളുടെ അഭിപ്രായമല്ലേ, ഞാൻ അതിന് ശരിവെച്ചതാണ്. ഓക്കെ, യു അണ്ടർലൈൻ ദാറ്റ്? വെൽ, നോട്ട് നെസസറിലി. ഞാനൊരു കൺഫോമിസ്റ്റ് അല്ല. ഒരു യാഥാസ്ഥിക സാഹചര്യത്തിൽ ജനിച്ചു ചിത്ര അയ്യർ. ഒരുപക്ഷെ ഞാൻ ഒരു ഓർത്തഡോക്സ് സിറ്റുവേഷൻ, കൺസർവേറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, എങ്കിൽ പോലും ഒരു മോഡറേറ്റ്ലി കൺസർവേറ്റീവ് എന്ന് പറയാൻ ആണല്ലോ. സാധാരണ ഏത് ഒരു ട്രഡീഷണൽ ഫാമിലിയിലും ഉണ്ടാകേണ്ട എല്ലാ ചിട്ടവട്ടങ്ങളുമുള്ള ഒരു കുടുംബത്തിലാണ് ചിത്ര ജനിച്ചത്. പക്ഷേ ആ ചിട്ടവട്ടങ്ങളൊന്നും ചിത്രയുടെ സ്വഭാവത്തെ ഒരു തരത്തിലും ഓക്കെ എങ്ങനെയായി? എങ്ങനെയായിന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാനൊരു 10ാം ക്ലാസ് വരെയൊക്കെ ഞാനൊരു ഭയങ്കര ഒരു പാവം കുട്ടിയായിരുന്നു. ഒന്നും വലിയ വർത്താനൊന്നും പറയില്ല, എവിടെയെങ്കിലും മൂലയ്ക്കിരിക്കും. ചെറിയൊരു വലിയ സൈസൊന്നും ഉണ്ടായിരുന്നില്ല. ഐ വാസ് ലൈക്ക് ടൈനി ആൻഡ് വലിയ കണ്ണടയൊക്കെ വെച്ചിട്ട് കണ്ണ് കാണൂലായിരുന്നു. അപ്പം കണ്ണടയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഇരിക്കും. ആവറേജ് സ്റ്റുഡൻറ്റ്, ആവറേജ് പെർഫോമർ, വലിയ അങ്ങനെ
എന്താ പറയാ, അങ്ങനെ പറയത്തക്കായിട്ടുള്ള ഒരു സ്വഭാവവിശേഷങ്ങൾ ഉണ്ടായിരുന്നു? അങ്ങനെയൊന്നുമില്ല. ആൻഡ് 10 വരെ വെരി ഈസിലി എവറിബഡി യൂസ് ടു പിക്ക് ഓൺ മീ. അങ്ങനെ ചില പിള്ളേർ അതായത് ഇങ്ങനെ കളിയാക്കും. ക്ലാസ്സിലുള്ള പിള്ളേർ, റൗഡി ആയിട്ടുള്ള പിള്ളേർ പേടിപ്പിക്കും, പിന്നെ കളിയാക്കുന്ന പിള്ളേർ കളിയാക്കും. അങ്ങനത്തെ അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു, ഒരു പാവം. വീട്ടിൽ ചിത്ര ആഗ്രഹിച്ച അറ്റൻഷൻ, സ്നേഹം, വാത്സല്യം, പരിഗണന ഈ യക്ഷിപ്പാറുവിന് കിട്ടിയില്ല എന്ന് ഒരു പെർസെപ്ഷൻ ഉണ്ട്. പക്ഷേ എനിക്കും ചില സമയത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ട്. യെസ്. പക്ഷെ അതിനൊരു കാരണം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഐ വാസ് വൺ ഓഫ് ദോസ് മൂങ്ങി ടൈപ്സ്. ഒരു ക്വയറ്റായിട്ടിരിക്കും, എല്ലാവരും ഈസി ആയിട്ട് കളിയാക്കാൻ പറ്റും. എല്ലാവരും എവറിബഡി യൂസ് ടു പിക്ക് ഓൺ മീ ഫോർ സംതിങ് ഓർ ദി അതർ. എൻ്റെ കണ്ണൊരുമാതിരി ഇങ്ങനെ വേറെ കളറല്ല, ഈ കളർ തന്നെ ആയിരുന്നില്ല അന്ന്, ഇതിനേക്കാളും രൂക്ഷമായിരുന്നു അന്ന്. ഈ നോർമൽ അല്ലല്ലോ, അപ്പൊ എല്ലാവർക്കും ഇങ്ങനത്തെ കണ്ണല്ല, ഒരുമാതിരി ചെമ്പിച്ച മുടിയും ഒരുമാതിരി പച്ച കണ്ണും. അപ്പൊ യുനോ ഇത്തിരി വ്യത്യാസം. ഈ കണ്ണുകളൊക്കെ ഉള്ള ജീവികളെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ മൃഗസ്നേഹം ആരംഭിച്ചത്. അല്ല, അങ്ങനെയൊന്നുമില്ല, അതിന് യാതൊരു കണക്ഷനും ഇല്ല. പക്ഷെ അങ്ങനെയൊക്കെ ഒരു ഞയായിരുന്നു. അപ്പം അതുകൊണ്ട് എൻ്റെ അനിയത്തി നല്ല സ്മാർട്ടാണ്, ഭയങ്കര ഒരു ഗുഡ് സ്റ്റുഡന്റ്, എല്ലാ രീതിയിലും സ്മാർട്ടാണ്. എപ്പോഴും അനിയത്തിക്ക് കൂടുതൽ സ്നേഹം അമ്മ നൽകുന്നു എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഈ ചിത്ര. ആ അനിയത്തിനോട് പറഞ്ഞു, ഞാൻ അനിയത്തിയെ വിളിച്ചു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, എന്നോട് അമ്മ കാണിച്ചിരുന്ന സ്നേഹത്തിൽ ഇത്രത്തോളം കുശുമ്പ് കാണിച്ചിരുന്ന വേറെ ഉണ്ടായിരുന്നില്ല. ഒരു സഹോദരിക്ക് ഇത്രത്തോളം കുശുമ്പ് അനിയത്തിൽ ഉണ്ടാകേണ്ട കാര്യമുണ്ട്. എനിക്ക് കുശുമ്പൊന്നുമില്ല അവളോട്, എനിക്ക് കുനിഷ്ട് ഇല്ല. അവളോട് നന്നായിട്ട് വഴക്കൂടായിരുന്നു. പക്ഷെ അവൾ എൻ്റെ ഒരു വാലായിരുന്നു. അപ്പം ഷീ യൂസ് ടു ബി ലൈക്ക് എ ടെയിൽ. എവിടെ ഞാൻ പോയാലും അവളെ കൂട്ടിക്കൊണ്ടേ പോവുള്ളൂ. ഇൻഫാക്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ അവളെ കൂട്ടും. അവളും ഞാനും തമ്മിൽ 4 years ഡിഫറൻസ് ഉണ്ട്. അപ്പം 10th സ്റ്റാൻഡേർഡിൽ ഞാൻ പഠിക്കുമ്പോൾ, കെൻ യു ഇമാജിൻ, 10th പഠിക്കുമ്പോൾ നമുക്ക് 6th പഠിക്കുന്ന അനിയത്തെ ഒരു അതിനും കൊണ്ടുപോവുക ഭയങ്കര ചമ്മലാണത് ഫ്രണ്ട്സിൻ്റെ മുമ്പിലൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. ബട്ട് യെസ്, എനിക്കെപ്പോഴും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ അല്ലാണ്ട് എനിക്ക് അവളോട് അങ്ങനെ വെറുപ്പൊന്നുമില്ല. ഐ മീൻ ഷീ മൈ സിസ്റ്റർ അല്ല. അപ്പോൾ പക്ഷെ അവൾക്കൊരു കാര്യം മനസ്സിലായി, ചിത്ര ഈ കാര്യത്തിൽ വല്ലാത്ത പരിഭ്രാന്തിയും പരിഭ്രമുള്ള ആളാണ്. സ്നേഹം കിട്ടണം, ചിത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശരികൾ. മാത്രമല്ല, അമ്മയ്ക്ക് ചിത്രയോട് വലിയ സ്നേഹം ഉണ്ടാകാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ചിത്ര അച്ഛൻ്റെ അതേ രൂപത്തിലായിരുന്നു. അച്ഛൻ്റെ അതേ മുഖച്ഛായ. എനിക്കറിയില്ല, അത് അങ്ങനെയൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ വേണേൽ പറയാം. ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. മമ്മിക്ക് അത്ര വലിയ സ്നേഹം ഉണ്ടായിരുന്ന എന്നുള്ള കാര്യം ചിത്ര സംഭവിച്ചിരുന്നല്ലോ. അങ്ങനെ എനിക്കൊരു എൻ്റെ ഒരു പെർസെപ്ഷൻ ആണത്. പക്ഷെ ചിത്രയെക്കുറിച്ച് മമ്മിക്ക് അമ്മയ്ക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. യെസ്, ലെറ്റ് us hear what she said. ചിത്ര, ഞാൻ നിൻ്റെ അടുത്ത് പലപ്പോഴും പറയാറുണ്ട് ഒരു കാര്യം, അത് നീ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയം. നീ നിന്നോട് തന്നെ സംസാരിച്ചിട്ടുണ്ടോ, ഇല്ല സംസാരിക്കാറുണ്ടോ? ആ സ്വഭാവം കൾട്ടിവേറ്റ് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ബിക്കോസ് ഞാനത് എപ്പോഴും സ്വയം ചെയ്യാറുള്ള ഒരു കാര്യമാണ്. തന്നെ ഇരുന്ന് കുറച്ച് നേരം താനുമായിട്ട് മാത്രം സംസാരിക്കാം, വേറെ ആരും അറിയണ്ട. നീ അങ്ങനെ ചെയ്യാറുണ്ടോ? എനിക്കത് അറിഞ്ഞാൽ കൊള്ളാം. മമ്മിക്ക് വേറെ എന്തെങ്കിലും ചോദിച്ചാൽ പറ്റുന്ന? മമ്മി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടു, തുടങ്ങി ഉപദേശം. അങ്ങനെയല്ല, മമ്മി ഇങ്ങനെ കുറെ ഫിലോസഫി പഠിക്കുന്നുണ്ട്, കുറെ ഫിലോസഫിക്കൽ ചോദ്യം. മോളുടെ ഫേവറേറ്റ് കളർ എന്താണ്, അങ്ങനെ ചോദിച്ചാൽ പോരെ? JB ജംഗ്ഷൻ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കണോ? JB ജംഗ്ഷൻ എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു അമ്മയാണ് ആ ചോദ്യം ചോദിച്ചത്. അതായത് ഒരു ചോദ്യം ചോദിച്ച് ഒരു ആത്മാവിൻ്റെ മുനമ്പിലുള്ള ഒരു കാര്യത്തെ കണ്ടെത്താൻ ശ്രമിക്കാതെ, ചിത്രയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ആത്മപരിശോധന, ഇൻട്രോസ്പെക്ഷൻ നടത്താൻ താല്പര്യമില്ലാത്ത 24/7 I talk to myself. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഐ എം ടോക്കിംഗ് ടു മൈസെൽഫ് ആൻഡ് അനലൈസിങ് വാട്ട് ഐ എം ഡൂയിങ്. ഏതൊരു കാര്യത്തിലും. അമ്മയ്ക്ക് ബോധ്യപ്പെട്ടില്ലല്ലോ. അതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം പെറ്റമ്മയെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ചിത്രയ്ക്ക് മാലോകരെ ബോധ്യപ്പെടുത്താൻ പറ്റൂ. ചില സമയത്ത് ഇറ്റ്സ് ഈസിയർ ടു ടോക്ക് ടു എ സ്ട്രേഞ്ചർ ദാൻ ടോക്കിംഗ് ടു യുവർ ഓൺ പീപ്പിൾ. യെസ്, coming to the point. Yes, ചില സമയത്ത് you were a stranger at home, Chitra. I doubt it. I don't think so.
ഐ വാസ് ഇൻ മൈ ഓൺ വേൾഡ് എന്ന് വേണേൽ പറയാം. ബിക്കോസ് ഓഫ് ഓൾ ദിസ് സി ഒരു കൺവെൻഷണൽ ലൈക്സ് ഓർ ഡിസ്ലൈക്സ് അല്ലെങ്കിൽ ഒരു കൺവെൻഷണൽ ചോയ്സ് ഓഫ് കരിയർ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒരു സാധാരണ പട്ടറി പിള്ളേരുണ്ടാവില്ലേ, ഭയങ്കരമായിട്ട് പഠിച്ച് എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, അമേരിക്ക പോകണം. ശാസ്ത്രജ്ഞരായിട്ടുള്ള മാതാപിതാക്കൾക്ക് ഈ ജനിസപ്പെട്ടൊരു സാധനം ജനിച്ചില്ല. എനിക്കറിയില്ല. അത് മാത്രമല്ല, ഞാൻ ഇന്ന് ആലോചിക്കായിരുന്നു, ഞാൻ ഇന്ന് നമുക്കവിടെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ബിഫോർ കമ്മിങ് ഹിയർ യുനോ. അപ്പം നമ്മളുടെ അവിടെ ഒരു ക്ലാസ് ഒക്കെ നടത്താറുണ്ട് നമ്മൾ ഫാമേഴ്സിന്. അപ്പം അതിൻ്റെ ഒരു ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു ഇന്ന്. ഞാൻ ആലോചിക്കുന്ന ഐ വാസ് ലുക്കിംഗ് അറ്റ് ഓൾ ദ പ്ലാന്റ്സ്. എനിക്ക് ചില ചെടികളൊക്കെ വേണം, മമ്മി ഇത് വേണം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് കൊണ്ടുപോകാൻ. അപ്പം വീട്ടിലോട്ട് കൊണ്ടുപോകാൻ. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, മമ്മിയും അച്ഛനും രണ്ടുപേരും സയൻറ്റിസ്റ്റ് ആണ്, പക്ഷെ എനിക്ക് ചെടികളുടെ പേരൊന്നും അറിയില്ല. ഇത് കൂട്ട് വേണം അത് കൂട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ചിലതിൻ്റെ ഒക്കെ അറിയാം, പക്ഷെ അങ്ങനെ ചെടികളുടെ പേരൊന്നും അറിയില്ല എനിക്ക്.